ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും പുതിയൊരു ഉത്തരവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ഇത് പറഞ്ഞേക്കുന്നത്. എന്താണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നില്ലായിരുന്നു നമുക്കിവിടെ നോക്കാം. പക്ഷെ അതിന് ആ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പരാമർശം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 30/6/2026 കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ഇതിനെ പറ്റിയിട്ട് എന്താ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതായത് വേക്കൻസികൾ അല്ലെങ്കിൽ PSCയുമായി റിലേറ്റ് കുറച്ചധികം ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. 30/6/2026 നടന്ന മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ കണ്ടെത്തി 3 ആഴ്ചക്കകം PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടി എല്ലാ വകുപ്പ് തലവന്മാരും അല്ലെങ്കിൽ നിയമനാധികാരികളും സ്വീകരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, PSCയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന്, ഈവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ സൈഡിൽ നിന്ന് വേക്കൻസികൾ ഉണ്ടാവും. ആ ഒഴിവുകൾ എന്താ റിപ്പോർട്ട് ചെയ്യാൻ ചെറിയ കാലതാമസം വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു അഡ്വൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു വേക്കൻസി എപ്പോഴാണ് നിലവിൽ വന്നതെന്നും അല്ലെങ്കിൽ ആ വേക്കൻസി എപ്പോഴാണ് അറൈസ് ആയതെന്നും അല്ലെങ്കിൽ ആ വേക്കൻസി എപ്പോഴാണ് ഉണ്ടായതെന്നും എപ്പോഴാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളൊരു ഡാറ്റ നിങ്ങൾ ഏത് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാലും അതിൽ കാണുന്നുണ്ടാവും. ഓക്കെ, ഏത് അഡ്വൈസ് മെമ്മോ നോക്കിക്കഴിഞ്ഞാലും, അഡ്വൈസ് മെമ്മോ എന്നല്ല, ആ ഒരു എന്താ പറയണ്ടേ, കൃത്യമായിട്ട് നമ്മുടെ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. ആ ഒരു കൃത്യമായിട്ട് ലേറ്റസ്റ്റ് അഡ്വൈസ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഓരോ അഡ്വൈസിന്റെയും ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര വേക്കൻസീസ് ഫ്രഷ് ആണ്, അല്ലെങ്കിൽ ഇത്ര വേക്കൻസീസ് NJDs ആണ്, ആ NJD എപ്പോഴാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ. എന്നിട്ടായിരിക്കും ഓരോ ആൾക്കാരുടെ പേരും അതിനനുസരിച്ചിട്ടുള്ള ഇതും ഉണ്ടാവുക. ഏത് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാലും അതിലുണ്ടാവും. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ PSCയുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അതിലും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മളുടെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാലതാമസം വരാറുണ്ട്. അപ്പൊ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തില് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഈ ഒരു രീതിയിൽ, അതായത് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണവകുപ്പ് സെക്രട്ടറിമാർ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്. അപ്പം ഈ 3 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എന്താ എല്ലാ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ ഒഴിവുകളും എല്ലാ വേക്കൻസികളും കൃത്യമായിട്ട് PSCക്ക് റിപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി അവിടെ അഡ്വൈസ് വരുന്നുണ്ടാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഒരു വേക്കൻസി അല്ലെങ്കിൽ 2 വേക്കൻസി അല്ലെങ്കിൽ 3 വേക്കൻസി ഒക്കെ ഉള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അതെന്താ, താൽക്കാലിക ജീവനക്കാരെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും എന്താ അത് ഓടിച്ചു കൊണ്ടുപോകും. അത് ഗവൺമെന്റിന് ഒരു കണക്കിന് ലാഭമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താൽക്കാലികം വെക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ. അപ്പൊ ഈ ഒരു വേക്കൻസി 2 വേക്കൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു വേക്കൻസിയാണ്. അതും ഓരോരുത്തർക്കും ഇപ്പൊ പഠിച്ചിറങ്ങിയ ഓരോരുത്തർക്കും ആവശ്യമുള്ള വേക്കൻസീസ് ആണ്. അത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. പലപ്പോഴും ഇത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതെ ഉണ്ട് പല പോസ്റ്റുകൾ. ഇപ്പം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ വേക്കൻസി ഉണ്ടെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ തന്നെ കാരണം വെച്ചാൽ അവിടെ സ്ഥിരമായിട്ട് ആരും നിൽക്കുന്നില്ല അല്ലെ. അങ്ങനെയുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം, അറിയില്ല, കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് എല്ലാ വകുപ്പ് മേധാവികളും എന്താ കൃത്യമായിട്ട് അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എന്താ പറയണ്ട ഒരു അപ്ഡേറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഇതൊക്കെ പബ്ലിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്, നിങ്ങൾക്കും വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എനിവേ, ഇതൊരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. ഐ മീൻ റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്കും അതേപോലെ ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ വരാൻ ഉള്ളവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.